രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ കൂടുതൽ ആഴങ്ങളിലേക്ക് വഴുതി വീഴുകയാണ്. വരും മാസങ്ങളിലും ഇടിവ് തുടരുമെന്ന സൂചന തന്നെയാണുള്ളത്. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കായ 6.4% നിന്നും കൂടുതൽ താഴേക്ക് പതിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ജനുവരി 8-ന് പുറത്തിറക്കിയ സർക്കാർ രേഖകൾ ഉൽപാദന സേവന മേഖലകളിലെ മോശം പ്രകടനമാണ് സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്ത് പിടിമുറുക്കിയ കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയുടെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം. അംബാനിയുടെയും അദാനിയുടെയും നേതൃത്വത്തിൽ ഏതാനും ചിലരുടെ കൈകളിൽ സമ്പത്തിന്റെയും മൂലധനത്തിന്റെയും വലിയ കേന്ദ്രീകരണമാണുള്ളത്. എന്നാൽ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ സൃഷ്ടിക്കും പരമാവധി സംഭാവന നൽകുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പ്രതിസന്ധിയിൽ തന്നെയാണ്. ധനകാര്യ മൂലധനത്തിന്റെ കളിക്കളമായി ഇന്ത്യയെ മാറ്റിയതാണ് ഈ സാഹചര്യ സൃഷ്ടിക്ക് പിന്നിൽ. ഇതാകട്ടെ ബാങ്കിംഗ് മേഖലയിൽ ലയനത്തിനും വ്യാവസായിക മൂലധനത്തിനും അവസാനിക്കുകയാണ്. മാർക്സ് നിർവഹിച്ചതുപോലെ മൂലധനം സാങ്കല്പിക മൂലധനത്തിന്റെ രൂപമെടുക്കുന്ന ഒരു ഘട്ടം വരുന്നു. ഉൽപാദനം വഴിയല്ല, പണം ഉപയോഗിച്ച് പണം സൃഷ്ടിക്കുന്ന രീതിയുടെ കാലം. ഇതാകട്ടെ ഉൽപാദന സേവന മേഖലകളുടെ തകർച്ചയിലേക്ക് വഴി തുറക്കുന്നു. ഇതേസമയം കുത്തകവൽക്കരണം അതിന്റെ ചിറകുകൾ വിരിക്കുകയാണ്. ഇത് സമ്പത്തിന്റെയും മൂലധനത്തിന്റെയും കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുന്നു. ധനമൂലധനത്തിന്റെ ഉയർച്ചയോടെ ഉൽപാദനത്തിൽ നിന്ന് ഊഹക്കച്ചവടത്തിലേക്ക് മാറാനുള്ള പ്രവണത വികസിക്കുന്നു. ചുരുക്കത്തിൽ ഉൽപാദനത്തിൽ നിന്നും സേവനങ്ങളിൽ നിന്നുമല്ലാതെ പണം ചംക്രമണത്തിൽ നിന്ന് ലാഭം നേടാനും കൂടുതൽ പണത്തിൽ നിന്ന് പണം നേടാനുമുള്ള മൂലധന പ്രവണത വളരുന്നു. അത്തരം മൂലധനത്തെ മാർക്സ് സാങ്കല്പിക മൂലധനം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് വർദ്ധിച്ചു വരുന്ന ഊഹ കച്ചവടത്തിലേക്ക് നയിക്കുന്നു. നരേന്ദ്രമോദി ഭരണത്തിൽ വിവരങ്ങൾ വ്യാജമായി നിർമ്മിക്കുകയും കണക്കുകൾ കൃത്രിമമായി രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പല സാമ്പത്തിക വിദഗ്ധരും ഇതിൽ വിശ്വസിക്കുന്നു എന്നതാണ് ആശങ്കാജനകമായ കാര്യം. ഇത്തരം സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ 2024-25 കാലഘട്ടത്തിലെ ദേശീയ വരുമാന മുൻകൂർ അടങ്കലുകളിലെ കണക്കുകളിൽ രാജ്യത്തെ യഥാർത്ഥ സാഹചര്യമല്ല. സ്ഥിതി കൂടുതൽ മോശമായേക്കാം. വ്യാജ വിവര നിർമ്മിതിയിൽ ശ്രദ്ധയൂന്നാതെ സമ്പദ് വ്യവസ്ഥയുടെ തളർച്ച പരിഹരിക്കാൻ വേണ്ട നടപടികളാണ് യഥാർത്ഥത്തിൽ ആവശ്യം. 2023-24 കാലഘട്ടത്തിൽ സാമ്പത്തിക വർഷത്തിലെ GDP-യുടെ താൽക്കാലിക അടങ്കലായ 8.2% വളർച്ചാ നിരക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 24-25 കാലഘട്ടത്തിൽ സാമ്പത്തിക വർഷത്തിൽ യഥാർത്ഥ GDP 6.4% വളർച്ച കൈവരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് NSO പറയുന്നുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മുൻകൂർ അടങ്കലുകൾ 6.4% വളർച്ച മാത്രമേ പ്രവചിക്കുന്നുള്ളൂ. ഇത് 4 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കൂടാതെ 2023-24 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ 8.2% വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുത്തനെയുള്ള ഇടിവുമാണ്. RBIയുടെ സമീപകാല നിർണയമായ 6.6% വളർച്ചയേക്കാൾ ഇത് കുറവുമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പാതാള കൂപ്പിലേക്കാണ് വീണ്ടിരിക്കുന്നത്. സമസ്ത ഉൽപാദന മേഖലകളും മുരടിപ്പിൽ തന്നെയാണ്.